ബേപ്പൂർ സുൽത്താൻ എന്ന പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം ബേപ്പൂർ സ്വദേശിയായിരുന്നില്ല. ഇവിടെ ഈ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ് സ്വദേശിയായിരുന്നു. പുള്ളിയുടെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്നായിരുന്നു. ഈ വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് പോവുകയും അവിടെ ബേപ്പൂരിൽ നിന്ന് കല്യാണം കഴിക്കുകയും അവിടെ സ്ഥലം മേടിച്ച് താമസിക്കുകയും ചെയ്തതിന് ശേഷമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ കേരളത്തിൽ പ്രസിദ്ധനായത്. ഒരു ഘട്ടത്തിൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ബേപ്പൂരാണ് എന്ന് പോലും തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, മണ്ടം മൂത്തവ, എട്ടുകാലി മമ്മൂഞ്ഞ്, ഇങ്ങനെ മറ്റ് പല കഥാപാത്രങ്ങളുമുണ്ട്. അതിൽ ഈ പ്രസിദ്ധനായ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ ഏതെങ്കിലും സ്ത്രീ ഗർഭവതിയായി എന്ന് അറിഞ്ഞാൽ മമ്മൂഞ്ഞ് പറയും അത് ഞമ്മളാണ്. അപ്പോൾ നാട്ടിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും പിതൃത്വം സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നടന്ന ആ വിഖ്യാത കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. പിന്നീട് ഈ ദേശാഭിമാനി പത്രം ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ച ഒരു യുവ രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിന് പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. മറ്റത് മുഹമ്മദ് ബഷീറാണെങ്കിൽ ഇത് മുഹമ്മദ് റിയാസാണ്. ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അഖില ലോക പ്രസിഡൻ്റായി. ആ പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോൾ കേരള ചക്രവർത്തി ആ പിണറായി മഹാരാജാവിൻ്റെ മകളെ രണ്ടാം കെട്ട് കെട്ടി. അതോടെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യനക്ഷത്രം അത്യുച്ച സ്ഥായിയിലെത്തി. പുള്ളി അടുത്ത തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും അതിനെ തുടർന്ന് ബേപ്പൂർ സുൽത്താൻ എന്ന് പാർട്ടി പത്രത്താൽ വിശേഷിപ്പിക്കപ്പെടുന്നു. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇത് മാത്രം. പിന്നെ ഒരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ ഈ പഴയ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അതേ സ്വഭാവമാണ് നമ്മുടെ ഇപ്പോഴത്തെ മമ്മൂഞ്ഞ്, അതായത് മുഹമ്മദ് റിയാസിനോട്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി വലിയ സംഖ്യ മുടക്കി പണിയിച്ച നാഷണൽ ഹൈവേയുടെയൊക്കെ പിതൃത്വം ഇദ്ദേഹം ഏറ്റെടുക്കും. ഈ പണി ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, അതിന് പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി കേന്ദ്രത്തിൽ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ്. ആ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് ആകെ ചെയ്യുന്നത് ഈ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ട സ്ഥലം എടുത്തു കൊടുക്കലാണ്. സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറും. പണി നടത്തുന്നത് മുഴുവൻ അവരാണ്, ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും. ഈ പണി നന്നായാൽ അതിൻ്റെ ഗുണം അവർക്കാണ്, പണി ദോഷമായാലും അതിൻ്റെ ദോഷം അവർക്കാണ്. രണ്ടായാലും ഇതിൽ കേരള സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ മരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചെയ്യാനില്ല. മരാമത്ത് മന്ത്രിക്കും ഒന്നും ചെയ്യാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.